ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. കാര്യം വേറെ ഒന്നും അല്ല കേട്ടോ. ഇന്ന് എനിക്ക് വേണ്ടി എൻ്റെ ഗ്രാൻഡ്മ ചക്ക ചിപ്സ് ഉണ്ടാക്കി തരുവാണ്. അപ്പം അത് തന്നെയാണ് അതിൻ്റെ സ്പെഷ്യാലിറ്റിയും കേട്ടോ. നമുക്ക് വേണ്ടി ഗ്രാൻഡ് പേരൻസ് എന്തെങ്കിലും ചെയ്തു തരുമ്പോൾ അത് വളരെ സന്തോഷമുള്ള കാര്യമല്ലേ. എനിക്കൊക്കെ അങ്ങനെയാണ്. അപ്പോൾ ചക്കയൊക്കെ ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട്, കട്ട് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അമ്മമ്മ കുക്ക് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതലും അടുപ്പാണ് യൂസ് ചെയ്യുക. അപ്പോൾ അടുപ്പത്ത് ഇതാ പാത്രമൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ പാത്രം ഒന്ന് ചൂടായ സമയത്ത് എണ്ണയൊക്കെ കൊണ്ടുവന്ന് ഒഴിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ ആട്ടിച്ചിട്ടുള്ള എണ്ണയാണ്. അപ്പോൾ അത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടായിരിക്കും. അങ്ങനെ നമ്മളിതാ എണ്ണ ചൂടാവാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ് ഇപ്പം. അപ്പോൾ നമ്മളിങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞ് എണ്ണ ചൂടാവാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ് കേട്ടോ. എണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോഴേ ചക്ക ഇടാൻ പാടുള്ളൂ എന്നാണ് അമ്മമ്മ പറയുന്നത്. പിന്നെ അതിന് നന്നായിട്ട് ചൂടാവാനായിട്ട് അമ്മമ്മ ഇങ്ങനെ നല്ല തീ വരാൻ വേണ്ടി കത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇപ്പം മഴയുടെ സീസണൊക്കെ ആയത് കാരണം കുറച്ചിങ്ങനെ എന്താ പറയുക, നനഞ്ഞിട്ടിരിക്കുകയായിരുന്നു. വേറെ ഇതെന്താ അമ്മമ്മ? ഇത് ഉപ്പേ. അപ്പോൾ ചിപ്സിനകത്ത് ചേർക്കാനുള്ള ഉപ്പാണ് അമ്മമ്മ കലക്കി വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതങ്ങനെ നന്നായിട്ട് വെള്ളത്തിനകത്ത് ഡൈല്യൂട്ട് ആവണം. അല്ലേ അത് വെള്ളം എണ്ണ കാണുന്ന നോക്കിയത് ആദ്യം കഷ്ണിട്ട് ശബ്ദമായാലേ എണ്ണ ഒഴിക്കുള്ളൂ. ഉപ്പുവെള്ളം കളിക്കുള്ളൂ. ഗ്യാസ് അടുപ്പിലൊക്കെ ചെയ്യുന്നതിനെക്കാട്ടും സൗകര്യം അടുപ്പിൽ ചെയ്യുന്നതാണ് അത്രേ. അമ്മമ്മയ്ക്ക് ഇതാണ് കംഫർട്ടബിൾ എന്നാണ് പറയുന്നത്. എണ്ണയൊക്കെ നല്ല ചൂടായിട്ടുണ്ട്. അമ്മമ്മ ഇതാ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചക്ക എടുത്ത് വന്ന് ഒരെണ്ണം ഇട്ട് നോക്കിയപ്പോൾ ഇതാ സൂപ്പറായിട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ അതിനകത്തോട്ട് ബാക്കിയുള്ളത് കുറച്ച് ഇട്ട് കൊടുത്തു. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. എണ്ണയിലേക്ക് ഇതിങ്ങനെ ഇട്ടതും അത് തിളയ്ക്കുന്നതൊക്കെ കാണുമ്പോൾ നല്ല രസമുണ്ടായിരുന്നു. ഞാൻ ഈ ഫോണും പിടിച്ച് പിറകെ നടക്കുകയായിരുന്നു ഇതൊക്കെ ക്യാപ്ചർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അമ്മമ്മ ഇങ്ങനെ ജോലിയൊക്കെ ചെയ്യുമ്പോൾ അമ്മമ്മേൻ്റെ പുറകെ നടക്കാനും ശല്യം ചെയ്യാനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതൊരു രസമാണല്ലോ. അപ്പം നമ്മുടെ വീട്ടിൽ ഇത് ഉണ്ടാക്കാറില്ല, എപ്പോഴും പുറത്തുനിന്ന് മേടിക്കുകയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ കല്യാണം കഴിഞ്ഞ് ഇവിടെ വന്നപ്പോഴാണ് അമ്മമ്മ ഇങ്ങനെ ഓരോ സംഭവങ്ങൾ ഉണ്ടാക്കുന്നതൊക്കെ ഞാൻ കാണുന്നത്. അപ്പം ഭയങ്കര സന്തോഷമല്ലേ നമുക്ക് വേണ്ടി ഇങ്ങനെ ഗ്രാൻഡ് പേരൻസ് എന്തെങ്കിലുമൊക്കെ ചെയ്തു തരുമ്പോൾ. അപ്പം ഞാനിതാ ഒന്നും രണ്ടൊക്കെ പറഞ്ഞ അമ്മമ്മയുടെ കൂടെ അങ്ങനെ നിന്ന് ഇത് കാണുവാണ്. അമ്മമ്മയ്ക്ക് ഈ ഫോണൊന്നും പിടിച്ച് നിൽക്കുന്ന വലിയ താല്പര്യമുള്ള കാര്യമല്ല കേട്ടോ. എപ്പോഴാ വഴക്ക് പറയാമെന്ന് പറയാൻ പറ്റത്തില്ല. എന്ത് ശബ്ദം അമ്മ? അപ്പോഴാണ് ഉപ്പൊഴിക്കുക. അപ്പൊ എണ്ണേനകത്ത് വെള്ളം ഒഴിച്ചാൽ പ്രശ്നമല്ലേ? അങ്ങനെ ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ അമ്മമ്മ എന്നോട് പറയുന്നത് ഇവിടെയൊക്കെ നാശമായി കിടക്കുകയാണ് കുട്ടിയെ, ഇവിടെ ഒന്നും വീഡിയോ എടുക്കല്ലേ എന്ന് ചിരിക്കുമായിരുന്നു കേട്ടോ. ഇതെന്തിനാ വെച്ചതാ ഈ തേങ്ങ കൊപ്ര? ഇതെന്തിനാ വെച്ചതാ? വെളിച്ചെണ്ണയ്ക്കോ? അതിക്കറിയേ. അത് ഇവിടെ എന്താ വെച്ചിരിക്കണെന്ന് ചോദിച്ചത് വെയിലില്ലാത്തോണ്ട്. ബുദ്ധിമതി ബുദ്ധിമതി. ആ അത് നേരെ കിട്ടണം, എന്നാലേ നല്ല മണം ഉണ്ടാവില്ലേ. ഏത് വരാണ്ട് തേങ്ങ നേരെ ഉണങ്ങിയിട്ട് കിട്ടണം. മൂക്കിനില്ലേ? ആവണുണ്ടല്ലോ, മൂക്കണുണ്ടല്ലോ. ഇല്ല, ശബ്ദം വരണേ. പൊള്ളക്കണേ. കളകളോത്തിട്ട് വരെ ഇതിട്ട് കമ്മിടും. കത്തിനെ പട്ടപ്പാത്രല്ലേ കൂടുതൽ കണ്ടേ അതൊക്കെ ഇവിടെ വരച്ചാണ്ടാണ് കൂടുതൽ പറയായിട്ട്. 2 ദിവസത്തിനൊക്കെ പറ്റുള്ളൂ. ബാറ്റായി തന്നെ പിന്നെ എടുക്കാൻ പറ്റുള്ളൂ. ഇത് മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാലോ ബാക്കി വരില്ലേ? ഇല പോവും. അങ്ങനെയൊക്കെ കഴിക്കാം. അങ്ങനെ ഉണ്ടാക്കുമ്പോൾ പോകുന്നത് ഉപ്പായി ശരിക്കും ഈ മാമ പല്ലില്ലാത്ത മാമ ചോറ എടുത്തിട്ട് ഒരു കാര്യമല്ലേ. സുന്ദരി അങ്ങനെ പോട്ടെ. ശബ്ദം വരുന്നില്ലല്ലോ. ശബ്ദം വരുന്നില്ലല്ലോ.
മൂക്കത്ത് മാതിരി തോന്നുന്നു ചക്ക. നമ്മുടെ ചക്ക വരട്ടിയത് റെഡി ആയിട്ടുണ്ട്. വരട്ടിയ വരെ എന്താ പറയുക ചക്കയുടെ ചിപ്സ്.